285 ഉണ്ടായിരുന്ന എന്റെ ഷുഗർ ഇപ്പൊ 85-80 നോക്കുമ്പോ പ്രഷറും കുറഞ്ഞു. 200 വന്നത് വീണ്ടും ഞാൻ 120-70 വരുത്തി. കഴിഞ്ഞ ദിവസം ജിഷയ്ക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് നടക്കും ബുദ്ധിമുട്ട് തോന്നിട്ട്, നെഞ്ചിൽ ബുദ്ധിമുട്ട് തോന്നിട്ട് ആൻജിയോഗ്രാം പറഞ്ഞിരുന്നു. പ്രഷർ കൂടുതല്, ഷുഗർ കൂടുതൽ, എല്ലാം ഹൈ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ അവിടെ കിടക്കും അല്ലെങ്കിൽ എനിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ എനിക്ക് മുദ്രകളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ അതിന് മുന്നേ 3 മണിക്കൂർ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് മുന്നേ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അവിടെ കിടക്കുമ്പോ ഫുള്ള് ഞാൻ അപാൻ മുദ്ര, വായ്മുദ്ര, എല്ലാ മുദ്രകളും മാറി മാറി ഞാൻ ചെയ്തു. അവിടെ കിടന്നുണ്ട്. അതിന് മുന്നും 10 ദിവസം തയ്യാറെടുത്തപ്പോ ഫുള്ള് നടക്കുമ്പോ ഞാൻ മുദ്ര പിടിച്ച് നടന്നിരുന്നത്. ഈ ഹൃദയത്തിന് ഒരു കുഴപ്പമില്ല. സാധാരണ കാണുന്ന പോലും ഒരു ബ്ലോക്കോ ഒന്നുമില്ല. നീർക്കെട്ടിന്റെ ആയിരിക്കാം ആ വേദന തോന്നിയിരുന്നത്. അതുകൊണ്ട് ഞാൻ സുഖമായിട്ട് തിരിച്ചു പോന്നു. എനിക്ക് ഭയങ്കര സന്തോഷായി. കാരണം അല്ലാതെ കുറേ ഞാനിങ്ങനെ അത് കഴിഞ്ഞിട്ടും വന്ന് കിടന്ന വേദന മാറ്റാനും ഞാൻ ഒരു 4 മണിക്കൂർ അവിടെ കിടന്നപ്പോ ഫുള്ള് ഞാൻ മുദ്ര പിടിച്ച് തന്നെ കിടന്നു. എനിക്ക് വേദന കുറയാൻ വേണ്ടി ചെയ്തതിന്റെ. അതൊരു വലിയൊരു അനുഭവമായിരുന്നു എനിക്ക്. ഇല്ല, ഞാൻ ആകെ വെള്ളിയാഴ്ച ഞായറാഴ്ച മെഡിറ്റേഷൻ മാത്രം ചെയ്യുന്നുള്ളൂ. പക്ഷെ ഞാൻ റെഗുലർ ആയിട്ട് നടക്കുമ്പോ ഫുള്ള് ഇപ്പൊ മുദ്ര പിടിച്ച് വൈകുന്നേരം നടക്കും. 285 ഉണ്ടായിരുന്ന എന്റെ ഷുഗർ ഇപ്പൊ 85-80 നോക്കുമ്പോ പ്രഷറും കുറഞ്ഞു. 200 വന്നത് വീണ്ടും ഞാൻ 120-70 വരുത്തി. ഫുള്ള് ഞാൻ മുദ്ര പിടിച്ച് കിടക്കുമ്പോ അരമണിക്കൂർ ഒരു പ്രഷർ നോക്കുമ്പോ എന്റെ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഹൈ ഉണ്ടായിരുന്നത് പ്രഷർ കൂടും. പക്ഷെ ഇതെന്താ കുറയണത്? പക്ഷെ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ ഞാൻ റിലാക്സ് ആയിട്ട് അവിടെ കിടന്നു എന്നുള്ളതാണ്. എന്തായാലും എനിക്കത് വലിയൊരു അനുഭവമായിരുന്നു, അനുഗ്രഹമായി. കാരണം ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട വന്നില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരുമായിരുന്നല്ല. അപ്പൊ അതിൽ നിന്ന് ഞാൻ ഒഴിവായി കിട്ടി. ഞാൻ നടക്കുമ്പോ ഫുള്ള് ഞാൻ 1 മണിക്കൂർ ഇപ്പൊ ഡെയിലി നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മുദ്ര പിടിച്ചുകൊണ്ട് തന്നെ നടക്കും. അത് കഴിഞ്ഞ് രാവിലെ 1 മണിക്കൂർ ഞാൻ യോഗ ചെയ്യുന്ന വ്യക്തിയാണ് വർഷങ്ങളായിട്ട്. അപ്പോഴും എനിക്ക് ഇത് വന്നപ്പോഴും വിഷമം അതായിരുന്നു. ഞാൻ ഇത്രയും എന്റെ ശരീരത്തിന് വേണ്ടി കയർ ചെയ്തിട്ടും എനിക്ക് ഇത് വരുന്നു എന്നുള്ളത്. പിന്നെ ഫാമിലി മൊത്തം ഇതുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അത്രയും കെയർ ചെയ്താണ് എന്റെ ശരീരത്തിനെ കൊണ്ട് നടക്കണത്. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ ഞാൻ തിരിച്ചു വന്നു. Thank you so much.